എവിടെയോ ഞാൻ വായിച്ചിട്ട് എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വാചകമുണ്ട്. അതിങ്ങനെയായിരുന്നു: ഒരുപാട് നിറങ്ങളുള്ള വെളിച്ചത്തെക്കാൾ എനിക്കിഷ്ടം ഒറ്റ നിറമുള്ള ഇരുട്ടിനെയാണെന്ന്. അത് വായിച്ചപ്പോ എന്തോ ഇവിടെ ഒരു വല്ലാത്ത ഒരു കൊടുത്തുപിടിക്കൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അതേ വാചകം ആവർത്തിച്ച് വായിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യമുണ്ട്. നമ്മളെ താങ്ങാനായിട്ട് ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മളെ ഇരുട്ട് എന്തെന്നറിയില്ല. ഇരുട്ടിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടം വെളിച്ചമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും, അതൊരു വ്യക്തിയാവാം, സാഹചര്യം കൊണ്ടാവാം, നമ്മൾ ഇരുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇരുട്ടിനെ ഇത്രയ്ക്കധികം സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയവരോട് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ വെളിച്ചം എന്തെന്ന് മനസ്സിലാകണമെന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇരുട്ട് ആവശ്യമായിരുന്നു. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം കാലം നമുക്ക് വില നൽകും. അതിന് സാധിക്കാതെ വന്നാലോ ഒഴിവാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പച്ച പരമാർത്ഥം. അത് മനുഷ്യനായാലും ശരി, മരങ്ങളായാലും ശരി. ഏതൊരു വ്യക്തിയും നമ്മളെ സ്നേഹിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റൻഷൻ ഉണ്ടാവും. ജീവിതത്തിൽ ഇന്നയാൾ കൂടെ ഉണ്ടാവും എന്നൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക, ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ജീവിതത്തിലുണ്ടാവുന്ന ഇരുളിലും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യത, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ, നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ എനർജിയും നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക. ഇരുളിനെയൊക്കെ ഭേദിച്ച് വെളിച്ചത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നു കയറാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ്. മറ്റൊരു മനോഹരമായ പാഠവുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.